الحمد لله رب العالمين الصلاة والسلام على نبيه الأمين وعلى آله وأصحابه أجمعين. നമുക്കിനി സൂറത്തുൽ അംഫാലിലെ 49-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ يقول المنافقون والذين في قلوبهم مرض غر هؤلاء دينهم ومن يتوكل على الله فإن الله عزيز حكيم. ഇത് യഖൂലുൽ മുനാഫിഖൂന, കപടവിശ്വാസികൾ പറയുന്ന സന്ദർഭം. വല്ലദീന, പിന്നെ ഒരു കൂട്ടരും, ഫീ ഖുലൂബിഹിം, അവരുടെ മനസ്സുകളിലുണ്ട്, മറളുൻ, രോഗം. ഗർറ ഹഉലാഇ, ഇതാണ് അവർ പറഞ്ഞത്. ഗർറ ഹഉലാഇ, ഇവരെ വഞ്ചിച്ചിരിക്കുന്നു, ദീനുഹും, അവരുടെ ദീന്, അവരുടെ ആദർശം, അവരുടെ മതം. വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ, ഭരമേൽപ്പിച്ചാൽ, ഫഇന്നല്ലാഹ, അപ്പോൾ അള്ളാഹു, അസീസുൻ ഹക്കീം, അള്ളാഹു പ്രതാപിയാണ്, യുക്തിജ്ഞനുമാണ്, അജയ്യനാണ്, അഭിജ്ഞനാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇത് യഖൂലുൽ മുനാഫിഖൂന, മുനാഫിഖുകൾ, കപടന്മാര് പറയുന്ന സന്ദർഭം. വല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, മനസ്സുകൾക്ക്, ഹൃദയങ്ങൾക്ക് രോഗമുള്ളവരും. ഗർറ ഹഉലാഇ, ഗർറ, വഞ്ചിച്ചു, ഹഉലാഇ, ഇവരെ, ഇക്കൂട്ടരെ, ദീനുഹും, അവരുടെ ദീന്. വമൻ യതവക്കൽ അലല്ലാഹി, ആരെങ്കിലും അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചാൽ, അള്ളാഹുവിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചാൽ, ഫഇന്നല്ലാഹ, അപ്പോൾ അള്ളാഹു, തീർച്ചയായും അള്ളാഹു, അസീസുൻ, അവൻ അജയ്യനാണ്, ഹക്കീം, യുക്തിജ്ഞനുമാണ്. മുനാഫിക്കുകൾ, അവരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മുസ്ലിം സമുദായത്തിൻ്റെ കൂടെ കൂടിയിട്ട് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക, ഇതാണ് അവരുടെ. വിശ്വാസികളല്ല, എന്നാൽ അത് അവരുണ്ടാകുക മുസ്ലിങ്ങളുടെ ഉള്ളിലാണ്. മുസ്ലിമീങ്ങൾക്ക് ദോഷം വരുന്നതും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തകരാറ് വരുന്നതും, സ്വാധീനം കുറയുന്നതും ഒക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ്. അതിനുവേണ്ടി ജൂതന്മാരുമായി ചിലപ്പോൾ പല ഗൂഢാലോചനകളും അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ യുദ്ധ സന്ദർഭത്തെ സംബന്ധിച്ച് പറയുക, ബദർ യുദ്ധമാണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നത്, അതിനെ സംബന്ധിച്ച് അവരുടെ നിലപാട് പറയാം. എന്താ, അതേപോലെ മനസ്സിൽ രോഗമുള്ളവർ കപടന്മാരെയും സൂചിപ്പിച്ചിട്ടുണ്ട്. അതേമാതിരി വിശ്വാസം, നേരിയൊരു വിശ്വാസം, എന്നാൽ അത് പുഴുക്കുത്തുള്ളതാണ്. അവർക്ക് ഇസ്ലാമിൻ്റെ നന്മയൊന്നും ഉൾക്കൊള്ളാൻ പറ്റൂല. അതോടൊപ്പം ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിക്കാനും അവർ സന്നദ്ധരല്ല. വിശ്വാസമുണ്ട്, പക്ഷെ അങ്ങനെ ഇസ്ലാമിന് വേണ്ടി സമ്പത്ത് നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ സ്വാധീനം നഷ്ടപ്പെടുത്തുക, ഇതൊന്നും അവർക്ക് സഹിക്കണില്ല. ഇങ്ങനെയൊക്കെ വല്ല കാര്യമുണ്ടോ? നമ്മൾ നിസ്കരിച്ച് നോൻപോറ്റ് ഇങ്ങനെ കഴിഞ്ഞാൽ പോരെ. ഇസ്ലാമിന് വേണ്ടി അധ്വാനിക്കുക, ബദർ യുദ്ധം, അങ്ങനെ ഒരു കൂട്ടർ. അപ്പോൾ ഇങ്ങനെ രണ്ട് വിഭാഗക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഇത് യഖൂലുൽ മുനാഫിഖൂന, മുനാഫിഖീങ്ങളെ നമുക്കറിയാമല്ലോ, കപടന്മാർ, ഉള്ളിൽ വിശ്വാസമില്ലാത്ത ആൾക്കാർ, പുറമേക്ക് വിശ്വാസം പ്രകടിപ്പിക്കും. വല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, ഹൃദയങ്ങളിൽ രോഗമുള്ളവർ, അവർക്ക് വിശ്വാസമുണ്ട്, അതൊരു ചെറിയ വിശ്വാസം, അതിലുപരി ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെന്ന്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബദർ യുദ്ധത്തിൽ പോകുന്ന ആൾക്കാർ അവരുടെ കുടുംബത്തെ ഉപേക്ഷിച്ച്, കുടുംബത്തെ വിട്ട്, അവരുടെ സമ്പത്ത് ചെലവഴിച്ച്, ഒരുപക്ഷെ ജീവൻ പോലും ബലി കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു ത്യാഗത്തിന് സന്നദ്ധരാകാത്ത ആളുകളാണ് മനസ്സിൽ രോഗമുള്ള ആൾക്കാർ.
കപടവിശ്വാസികളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ അൽ-ബഖറയിൽ പഠിച്ചിട്ടുണ്ട്, മാഇദയിലും പഠിച്ചിട്ടുണ്ട് ഹൃദയത്തിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ. ഇവരെന്താ പറയുക ഇത്തരം ആളുകൾ? ഇവരെ പറഞ്ഞ മുഅ്മിനുകളെ, വിശ്വാസികളെ വഞ്ചിച്ചു ദീനുഹും, അവരുടെ ദീന്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ട് ഒരു ദീന്, അവർ ഈ ആദർശം സ്വീകരിച്ചപ്പോൾ അതിനു വേണ്ടിയാണ് മരിക്കുക. അതിൻ്റെ ഒന്നും വലിയ കാര്യമുണ്ടോ? അതിനു വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക വല്ല ആവശ്യമുണ്ടോ? അതിനുവേണ്ടി നമ്മളുടെ സുഖകരമായ ജീവിതം, നമ്മുടെ അധികാരം, നമ്മുടെ സ്വാധീനം, അതൊക്കെ ഉപേക്ഷിക്കുന്നത് മഹാപൊട്ടത്തരാണ്. അപ്പോൾ അവർ ദീൻ സ്വീകരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ദീൻ അവരെ വഞ്ചിച്ചിരിക്കുക. ഇങ്ങനെ നമ്മളെ ഇടയിലും ആൾക്കാർ പറയാറുണ്ട്, ദീനിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകളെ, ദീനിൻ്റെ പ്രചരണത്തിനും പ്രബോധനത്തിനും വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന, അതൊരാവേശമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ മറ്റുള്ളവരെ ആക്ഷേപിക്കും, മഹാപൊട്ടാടി അങ്ങനെ ദീനും പറഞ്ഞുകൊണ്ട് നടക്കണം അല്ലേ, അങ്ങനെ പറയാറില്ലേ? ചിലപ്പോൾ പറയും, ഓ ഭയങ്കര തീവ്രനാ. എന്താ തീവ്രത? അയാൾ ദീനിൻ്റെ കാര്യം പറയുള്ളൂ. ഇങ്ങനെയുള്ള ആളുകൾ ആരാ അത് പറയുക? ദീനുണ്ട് എന്നാൽ അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അതിൽ വലിയ താല്പര്യം നിസ്കരിക്കുകയൊക്കെ ചെയ്യും. ദീനിന് വേണ്ടി ഒരു 100 ഉറുപ്പിക ചോദിച്ചാൽ ലക്ഷപ്രഭു ആണെങ്കിലും പൈസ കൊടുക്കാൻ മടി, പൈസ ചെലവാക്കാൻ മടിയാണ്. ദീനിന് വേണ്ടി നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോയാലോ, അതിപ്പോൾ ഇങ്ങനെ പോയാൽ മതി, ഞാനല്ല. ഇങ്ങനെ ഒന്നിനും തയ്യാറില്ലാത്ത, എന്നാൽ സമ്പത്തിനോ അധികാരത്തിനോ ജീവനോ ആരോഗ്യത്തിനോ സമയത്തിനോ ഒരു കോട്ടവും വരാതെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ദീനിലുണ്ട്. ഇവരാണ് രോഗമുള്ള ആൾക്കാർ. ഇവർ പറയുക, ഈ ദീനിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ബദറിന് പോയ ആളുകൾ, അവർ മഹാപട്ടം ഓരോ ദീൻ പോലെ വഞ്ചിച്ചിരിക്കുകയാണ് എന്നവർ പറയും. അല്ലാഹ് പറയുന്നത്, വമൻ യതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ അങ്ങോട്ട് തവക്കുൽ ചെയ്താൽ പിന്നെ അവർക്ക് അവരുടെ ജീവൻ പ്രശ്നമല്ല, അവരുടെ സമ്പത്ത് പ്രശ്നമല്ല, അവരുടെ സ്വാധീനം പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും അവനെ സമർപ്പിച്ചുകൊണ്ട്, അവനെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ കൈവെടിയുകയില്ലെന്ന വിശ്വാസം. അതാണ് വമൻ യതവക്കൽ അലല്ലാഹ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ പിന്നെ ബാക്കി പറഞ്ഞത് ഇങ്ങനെയാണ്, ഫഇന്നല്ലാഹ അസീസ്, അള്ളാഹുവാണ് അജയ്യൻ. അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ തീരുമാനമേ നടക്കൂ. അള്ളാഹു എന്താണ് നടക്കണമെന്ന് തീരുമാനിച്ചാൽ അതവൻ നടത്തിയിരിക്കും. അതിന് വിശ്വാസികൾ സന്നദ്ധരായാൽ വിശ്വാസികൾക്കും അതിൻ്റെ ഗുണഫലമാണ് ലഭിക്കുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫഇന്നല്ലാഹ അസീസ് ഹക്കീം, ഹക്കീമന ഹിക്മത്തുള്ളവൻ, യുക്തിജ്ഞൻ നമ്മളതിനർത്ഥം പറയും. എന്ന് പറഞ്ഞാൽ എന്താ യുക്തിജ്ഞൻ? ഈ ലോകത്ത് നടക്കേണ്ട ഓരോ കാര്യങ്ങളും എന്തിനു വേണ്ടി നടക്കുന്നു എന്നറിയുന്നവൻ, എങ്ങനെ നടക്കണം എന്നറിയുന്നവൻ, തീരുമാനിക്കുന്നവൻ. എല്ലാറ്റിൻ്റെ പിന്നിലും ഒരു ഹിക്മത്തുണ്ട് എന്ന് നമ്മൾ പറയും. അത് അള്ളാഹുവിനാണ് അറിയാം. അത് തീരുമാനിച്ച് നടപ്പാക്കുന്നവനാണ് ഹക്കീം. അവൻ അസീസാണ്, ഹക്കീമാണ് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ അതാണ്. എന്തുകൊണ്ട് ബദർ യുദ്ധം സംഭവിക്കണം എന്നവൻ തീരുമാനിച്ചു? അത് അവൻ്റെ ഹിക്മത്താണ്. എന്തുകൊണ്ട് ബദർ യുദ്ധത്തിൽ 300-ൽ പരം ആളുകൾ മാത്രം വരുന്ന, സൈന്യബലം കാര്യമായിട്ടില്ലാത്ത, ആയുധബലമില്ലാത്ത ഈ വിശ്വാസി സംഘം അറബി ഖുറൈശികളുമായി വൻ വിജയം നേടി? അത് അള്ളാഹുവിൻ്റെ ആസൂത്രണമാണ്. അതാണ് ഫഇന്നല്ലാഹ അസീസുൻ ഹക്കീം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് നിർത്താം. ഇത് യഖൂലുൽ മുനാഫിഖൂന, മുനാഫിഖുകൾ പറഞ്ഞുകൊണ്ടിരുന്ന സന്ദർഭം, വല്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, മനസ്സുകളിൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവരും, ഗർറ ഹൗലാഇ ദീനുഹും, ഇക്കൂട്ടരെ അവരുടെ ദീൻ വഞ്ചിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മരിക്കാൻ പോകുന്നത്. വമൻ യതവക്കൽ അലല്ലാഹ്, അല്ലാഹ് എടുത്തു പറയാണ് അതിൻ്റെ. ആരെങ്കിലും അള്ളാഹുവിനെ ഭരമേൽപ്പിച്ചാൽ, തവക്കുൽ ചെയ്താൽ, ഫഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു അസീസാണ്, പ്രതാപിയാണ്, ഹക്കീം യുക്തിജ്ഞനുമാണ്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യമൊക്കെ കുറേ നമുക്ക് അറിയുമല്ലോ, അതുകൊണ്ട് ഞാനത് വിശദീകരിക്കണില്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരായിരിക്കും വിശ്വാസികൾ എല്ലാ കാര്യത്തിലും. ആ കാര്യം നമുക്കറിയാം, തവക്കുലിൻ്റെ പ്രാധാന്യം.
ഓരോ കാര്യവും നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹുവാണ് നമ്മളെ ഏറ്റെടുത്ത് നടത്തുന്നവൻ എന്നുള്ള ബോധത്തോടു കൂടി വമൻ യതവക്കൽ അലല്ലാഹി, അള്ളാഹുവിൽ യഥാർത്ഥ വിധത്തിൽ തവക്കുൽ ചെയ്താൽ ലറസഖക്കും, അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകും. കമാ യർസുഖു ത്വയ്ർ, പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിനെ അങ്ങോട്ട് ഏൽപ്പിക്കുക എങ്കിൽ അവൻ നമ്മുടെ കാര്യം, നമ്മുടെ ജീവിത വിഭവങ്ങളൊക്കെ അവൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നൽകും. നമ്മൾ ചെയ്യേണ്ടതില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം, ബാക്കി അല്ലാഹു തആല നമ്മളെ സഹായിക്കും എന്നുകൂടിയാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ കിതാബിലൊക്കെ ഒരു അധ്യായം തന്നെ കാണും തവക്കുൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഓരോ കാര്യങ്ങളിലും, ഇഹലോക കാര്യങ്ങളിൽ, പരലോക വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നും നമുക്ക് ഹലാലായ മഈശത്ത് നൽകി നാഥാ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുമാറാകണേ തമ്പുരാനെ. രോഗങ്ങൾക്ക് വിധേയരാക്കില്ല, രോഗവും പട്ടിണിയും വേദനയും ഞങ്ങളെല്ലാവരെയും നീ കാക്കുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.